ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൻ്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അബിയുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ് കേട്ടോ. അനഘയെ ചതിച്ചത് ഞാനാണെന്ന് അറിഞ്ഞാൽ അതോടെ എല്ലാം തീരും. പിന്നെ തറവാട്ടിൽ നിന്ന് തന്നെ എന്നെ അടിച്ചിറക്കും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും നവ്യ ഇതറിയാതെ നോക്കണം. എന്തായാലും നയനെ ആദർശം നവ്യോട് ഈ കാര്യങ്ങളൊന്നും പറയില്ല. പറഞ്ഞ നവ്യയുടെ ജീവിതം പോകുമെന്നും അനന്തപുരി തറവാട്ടിന് മൊത്തത്തിൽ തന്നെ നാണക്കേട് ഉണ്ടാക്കും എന്നുള്ള കാര്യമൊക്കെ അവർക്കറിയാം. നവ്യയുടെ സ്വഭാവം അതാണല്ലോ. ചന്തുമോളുടെ അച്ഛൻ ഞാനാണെന്ന് അറിഞ്ഞാൽ പിന്നെ അവൾ എനിക്കെതിരെ കേസ് കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ കോടതി, ജയില്, എനിക്കത് ഓർക്കാൻ പോലും വയ്യ. തൽക്കാലം പിടിച്ചു നിൽക്കാൻ അവളെ സോപ്പിട്ട് നിന്നേ പറ്റുള്ളൂ. ആകെയുള്ള തുറപ്പിച്ചിട്ടാ അവള്. എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും? എന്തായാലും നോക്കാം എന്നൊക്കെ നമ്മുടെ അഭിയാണെങ്കിലും കരുതുകയാണ് കേട്ടോ. നയനയ്ക്കും നവ്യയ്ക്കും ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മാത്രമേ വീതം വയ്ക്കലിനെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ അഭി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അഭിയാണെങ്കിലും നവ്യ സോപ്പിടാനായിട്ട് കുഞ്ഞിന് നവ്യയ്ക്കും ഒക്കെ ഉള്ള ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നവ്യാണെങ്കിലും പറയുന്നുണ്ട്, എന്തിനാ ബി പി ഈ ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നേ? ഇതൊക്കെ മേടിച്ച് കാശ് വെറുതെ കളയുന്നത് എന്തിനാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭിയാണെങ്കിലും പറയുന്നുണ്ട്, നിനക്ക് ഇടയ്ക്കൊക്കെ ഡ്രസ്സ് മേടിക്കുന്നത് ഇഷ്ടമായിരുന്നല്ലോ, പിന്നെ ഇപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നവ്യ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷെ നമുക്കിപ്പോൾ ഒരു കുഞ്ഞൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഇനി കുറച്ച് കരുതലൊക്കെ വേണം, കുറച്ചൊക്കെ സേവിങ്സ് ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. ഉടനെ തന്നെ അബി അവിടെ ഒരു ഡയലോഗൊക്കെ ഇറക്കുന്നുണ്ട്. അത് ശരിയാ, അനാഥയായ ജലജയുടെ മകനല്ലേ ഞാൻ, അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് തന്നെ ഇറക്കി വിടേണ്ടി വരും. അതുകൊണ്ട് നീ പറഞ്ഞ പോലെ സേവിങ്സ് ഒക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ നവ്യക്കാണെങ്കിലും ദേഷ്യം വരികയാണ്. നവ്യ പറയുന്നുണ്ട്, അതെന്താ അബി നീ അങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ നമ്മളെ ആർക്കും ഇവിടെ നിന്ന് ഇറക്കി വിടാനൊന്നും പറ്റത്തില്ല, അതിനൊട്ട് ഞാൻ സമ്മതിക്കത്തുമില്ല. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നും പറയുകയാണ്. എന്തായാലും നവ്യനെ നല്ലോണം സോപ്പിട്ട് തന്നെ നിൽക്കുകയാണ് അബി. പിന്നെ നവ്യാണെങ്കിലും അബിയോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അനാമികയെ കല്യാണം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് നിന്റെ അമ്മായിക്ക് എന്തൊരു സ്നേഹമായിരുന്നു അവളോട്. തലയിലും വെക്കാതെ നിലത്തും വെക്കാതെ കൈവെള്ളയിലല്ലേ അവളെ കൊണ്ട് നടന്നത്. ഇപ്പോൾ അനാമികയെ കാണുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. അവളോട് ഭയങ്കര വെറുപ്പാണ് അവരിപ്പോൾ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അബി ചോദിക്കുന്നുണ്ട്, നവ്യേ, ഞാൻ നിന്നോട് സത്യസന്ധമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ? അനാമികയെ ഒഴിവാക്കി നിന്റെ അനിയത്തിയായ നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ നിന്റെ അനിയത്തിയും വീട്ടുകാരും ഒക്കെ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അബി. നവ്യാണെങ്കിൽ അതിന് നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരിക്കലുമില്ല, ഞങ്ങളെല്ലാവരും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാ. ഞങ്ങൾ രണ്ടുപേർക്കും പുറകെ അവളെയും കൂടി ഇങ്ങോട്ടേക്ക് വിടാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും താല്പര്യമില്ല. അതിൻ്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഞങ്ങളും സമ്മതിക്കില്ല എന്നൊക്കെ തീർത്തു പറയുകയാണ് നവ്യ. അപ്പം അഭി ചോദിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ എന്തിനാ അനാമികയോട് മോശമായിട്ട് നയന പെരുമാറുന്നേ? അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന പോലുള്ള ഒരു വർത്താനവും പ്രവൃത്തിയൊക്കെ അല്ലേ നിന്റെ അനിയത്തി കാണിക്കുന്നതൊക്കെ ചോദിക്കുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, അവളെങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിലേ അനാമികയുടെ കയ്യിലിരിപ്പും അതുപോലത്തെയാ. സത്യം പറഞ്ഞ അനിയും നന്ദുവായിരുന്നു ഒന്നിക്കേണ്ടത്. പിന്നെ അവർക്കിടയിലേക്ക് അനാമിക വന്ന കാര്യങ്ങളൊക്കെ അബിക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഈ അനാമിക ഒട്ടും മോശമൊന്നും അല്ല. അവളുടെ കയ്യിലും കുറേ മോശം പ്രവർത്തികളൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്കറിയാം. പിന്നെ നമ്മുടെ കുഞ്ഞിനോട് കുറച്ചെങ്കിലും ഇപ്പം സ്നേഹം കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ അവളോട് ഇച്ചിരി അടുപ്പം കാണിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുക. അതെന്താ നവ്യ നീ അങ്ങനെ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ശരിയായിരുന്നോ? ഒരു കുഞ്ഞിൻ്റെ അച്ഛനാകാൻ പോകുക തിരിച്ചറിവ് വന്നപ്പോഴല്ലേ എൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റമൊക്കെ വന്നത്. അതുപോലെ അനാമികയും മാറും. അനാമികയുടെ മനസ്സിൽ ഇപ്പം നന്ദുവിനോടുള്ള വെറുപ്പാണ് കൂടുതൽ. അനാമികയുടെ മനസ്സ് മാറണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അതിന് അനി അവളെ സ്നേഹിക്കണം. അനിയുടെ മനസ്സിലാണെങ്കിലോ നന്ദു മാത്രമേ ഉള്ളൂ. അവൻ എപ്പോഴും അവളുടെ പുറകെ നടക്കുമല്ലേ, പിന്നെ എങ്ങനെയാ? അനാമിക ഇവിടെ പിടിച്ചു നിർത്തേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമായി ഇപ്പോൾ എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട്. ഇപ്പം നവ്യ പറയുന്നുണ്ട്, അത് ശരിയാ, അതെനിക്കറിയാം. എന്നാലും അനി അവളെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ സ്വഭാവദൂഷ്യം കൊണ്ട് തന്നെയല്ലേ അബി എന്നിങ്ങനെ ചോദിക്കുക. അബി പറയുന്നുണ്ട്, അതെന്തുമല്ലോ ആയിക്കോട്ടെ, സ്വത്തൊക്കെ ഭാഗം വയ്ക്കാൻ അവൾ ഇവിടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മളും തരക്കേടില്ലാത്ത രീതിയിൽ അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. അതുകൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നവ്യയുടെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് അബി. നവ്യയുടെ മനസ്സിലോട്ടാണെങ്കിലും അബി പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് കൊള്ളുകയാണ് കേട്ടോ. പിന്നെ അബി ആണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അനാമിക ഒന്ന് പോയി കണ്ടേച്ച് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, എന്തിനാ അവളെ ഇനിയും ചൂട് പിടിപ്പിക്കാനാണെന്ന് ചോദിക്കുമ്പോഴേക്കും, അങ്ങനെ ചെറുതായിട്ടൊക്കെ ചൂട് പിടിപ്പിച്ച് നിർത്തണം, അല്ലെങ്കിലേ പെട്ടെന്ന് ഇത് ആറിപ്പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അബിയാണെങ്കിലും അനാമികയെ കാണാനായിട്ട് പോവുകയാണ്. പിന്നെ അബിയും ജലജയൊക്കെ കൂടെ അനാമികയോട് പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും സ്വത്തൊക്കെ വീതം വെക്കുന്നവരെ ഈ വീട് വിട്ട് എങ്ങും പോകരുത്, വീട്ടിൽ നിന്ന് മാറി നിൽക്കരുത്. അങ്ങനെ മാറി നിന്നാൽ അവൾക്കാ അത് പ്രയോജനം ചെയ്യുന്നത്, ആ നയനയ്ക്ക്. ഇനി കിട്ടുന്ന അവസരങ്ങളൊക്കെ പാഴാക്കരുത്, നല്ലോണം വഴക്കുണ്ടാക്കണം, പറയാനുള്ളതൊക്കെ പറയണം. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞോട്ടെ. അവരറിഞ്ഞാലേ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മൾ അയാളെ നാറ്റിക്കാനായിട്ട് അയാളുടെ നാറിയ ബന്ധം മീഡിയ വഴിയൊക്കെ അറിയിച്ചു. എന്നിട്ടോ എന്ത് സംഭവിച്ചത്? അവൻ്റെ പണവും സ്വാധീനവും ഒക്കെ വെച്ച് അതൊക്കെ ഒറ്റയടിക്ക് ഒതുക്കി തീർത്തില്ലേ. പുറം ലോകം പോലും അറിഞ്ഞില്ലല്ലോ അതൊന്നും. എന്തിന്, ഈ വീട്ടിലുള്ള മുത്തച്ഛനും മുത്തശ്ശിയും പോലും അക്കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല.
അതാ മോളെ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. മോളുടെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി പറയുന്നുണ്ട്. അപ്പം ജാനകി ആണെങ്കിലും പറയുന്നുണ്ട്, അതേ മോളെ, അവൻ പറഞ്ഞത് തന്നെയാണ് ശരി. അവൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ ആവുകയുള്ളൂ എല്ലാം. അല്ലെങ്കിലുണ്ടല്ലോ എല്ലാം ആ ആദർശ നയനെ അങ്ങ് കൊണ്ടുപോകും. പിന്നെ നമ്മളൊക്കെ വെറും കൊയ്യോട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാനൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് മോൾ എന്തായാലും ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊന്ന് പോകുന്നുണ്ട് കേട്ടോ. അനാമികയാണെങ്കിലും ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും സ്വത്തൊക്കെ വീതം വെക്കുന്നവരെങ്കിലും ഇവിടെ പിടിച്ച് നിന്നേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ദേവേനാണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിലും ഈ അനാമികയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാണ് കേട്ടോ. ഈ വീട്ടിൽ ഞങ്ങളറിയാതെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പ്രായമായതുകൊണ്ടും എനിക്കും ഇയാൾക്കും രോഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എല്ലാവരും ഇത് എന്നിൽ നിന്ന് മറക്കുന്നുമുണ്ട്. എന്താണെങ്കിലും തുറന്നു പറയാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അതിലും വലിയ സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അച്ഛാ. എല്ലാം ചെറിയ ചെറിയ പിള്ളേരുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ ഞങ്ങൾ തന്നെ പറഞ്ഞ് സോൾവ് ചെയ്തോളാം. അച്ഛനും അമ്മയും എന്തായാലും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞ് ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അനാമികയുടെ കാര്യങ്ങൾ അങ്ങനെ പറയുന്നുമില്ല കേട്ടോ ദേവയാനി. അനാമിക ഒന്ന് ഉപദേശിച്ച് നേരെയാക്കി കൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അതിന് ഇനി ഞാൻ അതിനിനി ഞാൻ അനാമികയുടെ കാര്യത്തിൽ ഒന്നും ഇടപെടില്ല അച്ഛാ. അനിയെ വേണമെങ്കിൽ ഞാൻ ഉപദേശിക്കാം. പക്ഷെ അനാമിക അച്ഛൻ വേണമെങ്കിൽ ഉപദേശിച്ചോ. അല്ലാതെ അനാമിക ഞാൻ എന്ത് പറഞ്ഞാലും വകവയ്ക്കാറില്ല എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ ദേവയാനി ആ ഒരു വിഷയം അങ്ങ് ഒതുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദേവയാനി അനിക്കുള്ള ചായയുമായിട്ട് അനിയുടെ റൂമിലേക്കൊക്കെ പോവുകയാണ്. അനിക്ക് ചായ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, വല്യമ്മേ എനിക്ക് എന്തിയെ ചായ അതിങ്ങനെ ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നിനക്ക് ചായ ഞാൻ എടുത്തില്ല. നിനക്ക് ചായ വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെ അത് ഇട്ട് കുടിച്ചൂടെ? ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനാമിക ചോദിക്കുന്നുണ്ട്, അതെന്താ വല്യമ്മ അങ്ങനെ? ഇത്രയും നാളും അങ്ങനെ അല്ലായിരുന്നല്ലോ. വല്യമ്മ തന്നെയല്ലേ എനിക്ക് ചായ ഇട്ട് തന്നോണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കാൻ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആ ഒരു രീതികളൊക്കെ ഇനി അങ്ങ് മാറ്റാന്ന് വിചാരിച്ചു. എന്തായാലും നീ ഒരു പെണ്ണല്ലേ, നിനക്ക് അടുക്കളയിൽ കയറി ഒരു ചായ ഇട്ട് കുടിച്ചൂടെ? ഞാൻ നിന്റെ വല്യമ്മയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കാണ് നീ ചായ ഇട്ടുകൊണ്ട് തരേണ്ടത് എന്നൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അതൊന്നും നമ്മുടെ അനാമയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നിനക്ക് വേണമെങ്കിൽ നിന്റെ ഇഷ്ടത്തിന് ചായ ഇട്ട് കുടിക്കാം. നിനക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇവിടെ ആരും അതിനൊന്നും പറയില്ലല്ലോ. പിന്നെ നിനക്ക് ചായ ഇടാൻ പോലും അറിയില്ല എന്നുണ്ടെങ്കിൽ നീ നിന്റെ അമ്മായിയമ്മയോട് പറ. എനിക്ക് എന്തായാലും ഇപ്പം നേരമില്ല, അതിന് മനസ്സുമില്ല. ആ ശീലങ്ങളൊക്കെ ഇനി മാറ്റിയേ പറ്റുള്ളൂ. നിന്നോടാരും അടുക്കളയിൽ കയറണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിനക്ക് ആവശ്യമുള്ളതൊക്കെ നീ തന്നെ ഉണ്ടാക്കി കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ദേവേന ഇവിടുന്ന് പോകുന്നുണ്ട്. ദേവേനയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു മാറ്റം അത് നമ്മുടെ അനിക്കാണെങ്കിലും അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. അനിയാണെങ്കിലും സന്തോഷിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ദേവേന ഇവിടുന്ന് പോകുമ്പോഴേക്കും അനാമിയെ കളിയാക്കുന്നുണ്ട്. നിനക്കെന്താടി ഒരു ചായ ഇട്ട് കുടിക്കാൻ പോലും അറിയത്തില്ലേ? പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? ഈ ഒരു ചായ പോലും ഇട്ട് കുടിക്കാൻ അറിയാൻ മേലാത്തവളാണോ നീ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുകയാണ്. അനാമിക്കാണെങ്കിലും നല്ല ദേഷ്യം വരുന്നുണ്ട്. അനാമികാണെങ്കിലും പറയുന്നുണ്ട്, ദേ നീ മിണ്ടാതിരുന്നോണം. എന്നെ ഇങ്ങനെ നേരം വെളുത്ത് ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആ കിടക്കുന്ന ബെൽറ്റ് കൊണ്ട് ഞാൻ നിന്റെ പുറം അടിച്ച് പൊളിക്കും എന്നൊക്കെ പറയുകയാണ്. എനിക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് ആനാണെങ്കിലും എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഒരു ചെറിയ വാക്ക് തർക്കമൊക്കെ രാവിലെ തന്നെ നടക്കുന്നുണ്ട്. അവസാനം അമ്മ വന്ന് വിളിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന, അല്ലെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു, ഞാൻ എൻ്റെ വീട്ടിലേ നിൽക്കുകയുള്ളായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അനാമിക സംസാരിച്ചപ്പോഴേക്കും അനി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ നിനക്ക് അങ്ങ് പൊയ്ക്കൂടെടി, നീ എന്തിനാടി ഇവിടെ ഇങ്ങനെ കടിച്ചു നോക്കി നിൽക്കുന്നത്, നിനക്ക് നാണം ഇല്ല എന്നൊക്കെ അങ്ങനെയുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ അനാമിക പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അങ്ങനെ നാണം കെട്ടിട്ടാണെങ്കിലും ഇവിടുന്ന് പോകാൻ തീരുമാനിക്കുന്നില്ല. എന്നെ ഇവിടുന്ന് പറഞ്ഞിട്ട് ആ കരാട്ടക്കാരി നിനക്ക് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാനില്ലേ, അതിനെനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ലടാ. അങ്ങനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട്. എനിക്കാണെങ്കിലും ഇത് കേൾക്കുമ്പോഴേക്കും വിഷമാവുന്നുണ്ട്. ഓ, എന്തൊക്കെ പറഞ്ഞാലും എത്ര നാണം കെടുത്താലും ഇവിടെ ഇങ്ങനെ കടിച്ചു പൊങ്ങിക്കിടക്കാൻ ഇവർക്ക് നാണോ മാനോ ഇല്ലല്ലോ എന്നൊക്കെയുള്ള ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അനാമികയാണെങ്കിലും അനിയോടും ദേവയാനിയോടും ഒക്കെ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ ബാൽക്കണിയിൽ വന്ന് വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ജാനകിയാണെങ്കിലും അനാമികയെ അന്വേഷിച്ച് വരുന്നുണ്ട്. അന്നേരം ജാനകി ചോദിക്കുന്നുണ്ട്, അയ്യോ മോളെ, മോൾ എന്തിനാ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? മോളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? മോളുടെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് കേട്ടോ, ചായ കിട്ടാത്തതിൻ്റെ കാര്യം. ഇത്രയും ദിവസം അവരല്ലേ ചായ ഇട്ട് തന്നോണ്ടിരുന്നത്, ഇന്ന് മാത്രം എന്താ പ്രത്യേകത എന്ന് ചോദിച്ചപ്പം അവരെന്നോട് പറയാം, നിനക്ക് ചായ വേണമെങ്കിൽ നീ തന്നെ പോയി ഇട്ട് കുടിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ജാനകി ചോദിക്കുന്നുണ്ട്, ആഹാ അങ്ങനെയാണ് ഏട്ടത്തി പറഞ്ഞത്. ഞാൻ എന്തായാലും ഇത് ഏട്ടത്തിയോട് ചോദിക്കും. എന്ത് വേർതിരിവാ ഏട്ടത്തി ഇവിടെ കാണിക്കുന്നത്? മോളോട് മാത്രം എന്തിനാ അവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത്? എന്തായാലും ഇത് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ അങ്ങോട്ടേക്ക് അജയൻ വരുന്നുണ്ട്. അജയൻ ചോദിക്കുന്നുണ്ട്, എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, കണ്ടോ അജയേട്ടാ, മോളോട് മാത്രം ദേവയാനി കാണിച്ചത് കണ്ടോ, മോക്ക് മാത്രം ചായ കൊടുത്തില്ല, ബാക്കി എല്ലാവർക്കും ചായ കൊടുത്തു എന്നിങ്ങനെ പറയുമ്പോഴേക്കും അജയൻ ചോദിക്കുന്നുണ്ട്, ജാനകി എന്ത് വർത്താനമാ ജാനകി നീ പറയുന്നത്?
മറ്റ് 2 മരുമക്കളെ പോലെയും ഇവളും ഇങ്ങോട്ടേക്ക് മരുമകളായിട്ട് വന്നവളല്ലേ. ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കാൻ ഇവക്ക് പറ്റില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ആരും ഇവളോട് അടുക്കളയിൽ കയറി ഒന്നും ഉണ്ടാക്കണ്ട വെക്കണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇവക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഇവിടെ കയറി ഉണ്ടാക്കി കഴിക്കത്തില്ലേ? അതിനി ഒരാൾ ഉണ്ടാക്കി തന്നാ മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാ ജാനകി ഉള്ളേന്ന് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ പേരും പറഞ്ഞ് ഏട്ടത്തിയോടെങ്ങാനും നീ എന്തെങ്കിലും ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈയുടെ ചൂട് നീ അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി ഒന്ന് മിരട്ടുന്നുമുണ്ട് അജയൻ. അപ്പൊ ജാനകി ആണെങ്കിലും പറയുന്നുണ്ട്, അല്ലെങ്കിൽ അജയേട്ടൻ ഇങ്ങനെയാ അവരുടെ കൂടെ ചേർന്നിട്ട് എന്നെയും മോളെയും തരം താഴ്ത്താനാണ് ശ്രമിക്കുന്നത്. ഇത് നമ്മുടെ മോൻ്റെ ഭാര്യയാണ്. ഇവക്ക് നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അജയൻ പറയുന്നുണ്ട്, ജാനകി നിന്നെയോ നിന്റെ മോളെയോ ഇവിടെ ആരും താഴ്ത്തി കെട്ടുന്നില്ല. അടുക്കളയിൽ കയറിക്കൊണ്ടിരുന്നതല്ലേ നീയും. ഇപ്പം നീ എന്താ അടുക്കളയിൽ കയറാത്തത്? നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? നിനക്കൊക്കെ അടുക്കളയിൽ കയറി ഇഷ്ടമുള്ളത് വെച്ച് വിളമ്പി കഴിച്ചൂടെ? അതിനൊക്കെ വേറൊരാളുടെ സഹായം നോക്കി നിൽക്കുന്നത് എന്തിനാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിലും ഏട്ടത്തി ഇവിടെ ആരുടെയും വേലക്കാരി ഒന്നും അല്ലല്ലോ എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കാനായിട്ട്. എൻ്റെ പേരിൽ ഏട്ടത്തിയോട് മെക്കിട്ട് കയറാൻ നീ ചെന്നേക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ജാനകി ആണെങ്കിലും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. ജാനകി പറയുന്നുണ്ട്, അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ, അങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുള്ളൂ. നമ്മൾ ആരും പറയുന്നൊന്നും ഇവിടെ ആരും കേൾക്കാനില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, മോള് വാ മോളെ, മോൾക്ക് വേണ്ടതൊക്കെ അമ്മ ഉണ്ടാക്കി തരാം. മോൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രം മതി, അമ്മ എല്ലാ കാര്യങ്ങളും മോളുടെ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അനാമികയെ. പിന്നെ ദേവയാനിയും ജയനും അജയനും ആദർശും നയനും ഒക്കെ കൂടി അനാമികയുടെ ഈ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനാമികയെ പുറത്താക്കാനുള്ള വഴിയാണ് അവർ നോക്കുന്നത്. ജയൻ പറയുന്നുണ്ട്, എനിക്ക് അവളുടെ മുഖത്ത് നോക്കാൻ പോലും തോന്നുന്നില്ല ഇപ്പം. അവളും അവളുടെ വീട്ടുകാരും കൂടെ നമ്മുടെ തറവാട്ടിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നല്ല 2 അടി കൊടുത്ത് ഇവിടെ ഇറക്കി വിടാനാണ് എനിക്ക് തോന്നുന്നേ. എന്ത് ചെയ്യാനാ? എത്ര പറഞ്ഞാലും ഒന്നും മനസ്സിലാകാതെ അവളെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയല്ലേ ജാനകി. നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും ഞാൻ അതിനോടൊപ്പം ഉണ്ട്. ഇനി എൻ്റെ മോൻ്റെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അജയനും. ദേവാനി പറയുന്നുണ്ട്, എങ്ങനെയും അവളെ ഇവിടുന്ന് പുറത്താക്കണം അജയ. അതിനുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത്. തൽക്കാലം നമുക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. നമ്മളെല്ലാവരും അവളെ അവോയ്ഡ് ചെയ്യണം. അവളെ മാക്സിമം അവോയ്ഡ് ചെയ്യണം. മനസ്സും അടുത്ത് അവൾ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം. അതാ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ആരെയും ഇറക്കി വിടാനൊന്നും പറ്റില്ല ഇവിടുന്ന്. ആരും പരിഗണിക്കാതെ വരുമ്പം എല്ലാവരും എല്ലാത്തിൽ നിന്നും അകറ്റി നിർത്തുമ്പം അവൾ തന്നെ സ്വയം ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്. ദേവേനയുടെ ആ ഒരു തീരുമാനത്തിനോട് തന്നെ എല്ലാവരും യോജിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങനെ ചെയ്യാമെന്ന് തന്നെ വിചാരിക്കുകയാണ്. ആ ഒരു സമയത്ത് ആദർശാണെങ്കിലും പറയുന്നുണ്ട്, എന്തായാലും അവളെ പോലെ ഒരുത്തിയെ ഇവിടെ തുടരാൻ എന്നെ സമ്മതിക്കരുത്. ജയൻ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയേണ്ടതല്ലേ, മുത്തശ്ശനും മുത്തശ്ശി ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അത് അച്ഛാ, ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ താളം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ തന്നെ അഭി കാരണം ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അനാമികയുടെ പ്രശ്നങ്ങളും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും അത് ഒരുപാട് സങ്കടമാകും. വാർദ്ധക്യ സഹജമായ എല്ലാ രോഗങ്ങളും മുത്തച്ഛനും മുത്തശ്ശിക്കും ഉണ്ട്. അവർക്കത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ആരോടും പറയണ്ടെന്ന് പറഞ്ഞതെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ തീരുമാനിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശനെ മുത്തശ്ശിയെ അറിയിക്കാതെ തന്നെ സോൾവ് ചെയ്യാനായിട്ട്. പിന്നെ കാണിക്കാൻ നമ്മുടെ അനാമയ്ക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മുടെ ജാനകി തന്നെ അടുക്കളയിൽ കയറുകയാണ്. ദേവാനാണെങ്കിൽ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഇഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അനാമയ്ക്ക് അത് വേണ്ടെന്ന് പറയുകയാണ്. അമ്മേ, എനിക്ക് അപ്പവും മുട്ടക്കറിയുമാണ് വേണ്ടത്. വല്യമ്മ ഇപ്പം എനിക്ക് മുഖം പോലും തരാറില്ല. അതുകൊണ്ട് തന്നെ വല്യമ്മ ഉണ്ടാക്കി ഈ ഫുഡ് കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. അമ്മ തന്നെ എനിക്ക് അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കി തന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നിവൃത്തിയില്ലാതെ നമ്മുടെ ജാനകിയാണെങ്കിലും അടുക്കളയിൽ കയറി അപ്പവും മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. എന്നിട്ട് ജാനകിയാണെങ്കിലും മടിയൊന്നും കാണിക്കാതെ തന്നെ, അതിനിപ്പോൾ എന്താ മോളെ, ഞാൻ ഉണ്ടാക്കി തരാം, മോക്ക് വേണ്ടത് എന്താന്ന് പറഞ്ഞാൽ മാത്രം മതി, എല്ലാ ആഹാരവും മോക്ക് ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പത്തിനുള്ള മാവും ഒക്കെ റെഡിയാക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അനാമിക ജാനകിയാണെങ്കിലും ഒന്ന് സോപ്പിടുകയാണ് കേട്ടോ. അമ്മയ്ക്ക് എന്ത് സ്നേഹമാണ് എന്നോട്. ഈ വീട്ടിലെ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നോട് സ്നേഹമുള്ളത്. വേറെ ആർക്കും അമ്മയുടെ അത്ര സ്നേഹം പോലും എന്നോടില്ല. എൻ്റെ കൂടെ നിന്ന് എന്നെ സ്നേഹിക്കേണ്ടത് എൻ്റെ ഭർത്താവായിരുന്നു. ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാത്ത സ്നേഹം കൂടിയാണ് അമ്മ ഇപ്പം എനിക്ക് തരുന്നത്. അമ്മയെപ്പോലൊരു അമ്മയെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്തവളാ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജാനകി ഇങ്ങനെ സോപ്പിട്ട് പതപ്പിക്കുകയാണ്. അതും കൂടെ കേൾക്കുമ്പോഴേക്കും ജാനകിക്കാണെങ്കിലും വേഗം അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ത്വര ഉണ്ടാവുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ചന്തുമോക്കുള്ള ഫുഡ് എടുക്കാനായിട്ട് ദേവാനി അങ്ങോട്ടേക്ക് വരികയാണ്. ജാനകി ആണെങ്കിലും അനാമിക മോളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവാനി കേൾക്കാൻ വേണ്ടിയിട്ട്. മൂത്ത 2 മരുമക്കൾ വന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയാമല്ലോ. അതുപോലെയാണ് എൻ്റെ മരുമോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. എന്നിട്ട് അവരോടൊക്കെ ഇപ്പം സ്നേഹവും എൻ്റെ മരുമോളെ ഇവിടുന്ന് പറഞ്ഞു വിടാനുമാണ് നോക്കുന്നത്. ഞാൻ അതിന് സമ്മതിക്കത്തില്ല. എൻ്റെ അനിമോൻ്റെ ഭാര്യയായിട്ട് എൻ്റെ അനാമിക മോൾ തന്നെ ഉണ്ടാവണം.
എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജാനകി അങ്ങ് ഭയങ്കരമായിട്ട് പറയുകയാണ് അനാമികയെക്കുറിച്ച്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ദേവയാനിക്കാണെങ്കിലും നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. ദേവയാനിയാണെങ്കിലും ഒന്നും പറയണ്ട പറയണ്ട എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുകയാണെങ്കിലും എന്നാലും സഹിക്കാൻ വയ്യാതെ തന്നെ ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി നിർത്തിക്കോ, രാവിലെ തന്നെ എനിക്കൊരു വഴക്കുണ്ടാക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ ഓരോരുത്തർ കയറി വന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ എനിക്കറിയാം. അതുപോലെ തന്നെ എല്ലാവരെക്കുറിച്ചും ഞാനിപ്പോൾ നല്ലോണം മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് അതിന് പറഞ്ഞു പറഞ്ഞ് നീ പഠിപ്പിക്കേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ ജാനകിയോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ജാനകിയാണെങ്കിലും പറയുന്നുണ്ട്, അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, സ്വന്തം മോൻ്റെ ഭാഗത്തെ തെറ്റ് മറിച്ചിട്ട് ബാക്കിയുള്ളവരുടെ തെറ്റുകളൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള രീതിയിൽ ജാനകി ഇങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ഇവർക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ദേവയാനിയുടെ മനസ്സിൽ വരികയാണ്. അപ്പോഴാണ് ദേവയാനി ആ അപ്പത്തിനുള്ള മാവ് കാണുന്നത്. അപ്പോൾ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന മുട്ടക്കറിയിലും അപ്പത്തിൻ്റെ മാവിലുമൊക്കെ നമ്മുടെ ദേവയാനി ഉപ്പ് വാരിയിടുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് അവരെ പരിഹസിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ആ ആയിക്കോട്ടെ, നിങ്ങൾ അമ്മയും മോളും എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ഇരുന്നാൽ മതി. ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതെ നിങ്ങൾ അമ്മയും മോളും എന്നിങ്ങനെ സന്തോഷത്തോടെ ഇരുന്നാൽ മതി. ആണെങ്കിൽ നീ നിന്റെ മരുമോക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ നല്ലതാ. പക്ഷേ പാല് കൊടുക്കുന്ന കൈകിട്ട് തന്നെ കടി കിട്ടാതിരുന്നാൽ മതി എന്ന് പറയുകയാണ്. അവളുടെ ശരീരം നന്നാക്കുന്നതിനോടൊപ്പം അവളുടെ മനസ്സും കൂടെ ഒന്ന് നീ നന്നാക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. അത് കേൾക്കുമ്പോൾ രണ്ടാൾക്കും ദേഷ്യം വരുന്നുണ്ട്. അപ്പം ആ ജാനകിയാണെങ്കിലും അനാമികയോട് പറയുന്നുണ്ട്, അത് മോളെ അസൂയ കൊണ്ടാ ഏടത്തെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. മോളെ ഞാൻ ഇത്രയും നന്നായിട്ട് സ്നേഹിക്കുന്നില്ലേ, അതിൻ്റെ അസൂയാന്നൊക്കെ ഇങ്ങനെ പറയുക. മോളെ അങ്ങനെ ഒഴിവാക്കാൻ ഞാൻ സമ്മതിക്കില്ല മോളെ. മോൾ എന്നും എൻ്റെ മരുമോളായിട്ട് ഈ വീട്ടിൽ തന്നെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ജാനകി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനാമികയാണെങ്കിലും കഴിക്കാനൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുട്ടക്കറിയൊക്കെ ഡൈനിങ് ടേബിളിലെത്തി. അനാമികയാണെങ്കിലും നല്ല വിശപ്പാണ് കേട്ടോ. ആദ്യം തന്നെ അനാമിക ഒരു അപ്പമൊക്കെ എടുത്തിട്ട് കറിയൊക്കെ ഒഴിച്ചിട്ട് വലിയാരത്തിന് കഴിക്കാനായിട്ട് വായിലോട്ട് എടുത്ത് വെക്കുകയാണ്. ആ ഒരു സമയത്ത് അനാമിക അത് പെട്ടെന്ന് തുപ്പിക്കളയുകയാണ്. എന്താ മോളെ, എന്ത് പറ്റി, അപ്പം കൊള്ളില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ജാനകി. ഇതാ അമ്മ തന്നെ കഴിച്ചു നോക്കാമേ എന്ന് പറഞ്ഞിട്ട് അനാമിക ജാനകിയുടെ മുമ്പിലോട്ട് നീക്കി കൊടുക്കുകയാണ്. ജാനകി അത് കഴിച്ചു നോക്കിയിട്ട് ജാനകിയും തുപ്പിക്കളയാണ് കേട്ടോ. എന്തോ അമ്മ ഇത് എന്നിങ്ങനെ അനാമിക ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, മോളെ ഞാൻ ഇടയ്ക്ക് ഉപ്പ് എരിവൊക്കെ നോക്കിയതാ, എല്ലാം പാകത്തിനായിരുന്നു, പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചത് പറയുന്നുണ്ട്. ഓ ആ ഇഡലിയും സാമ്പാറും എങ്കിലും കഴിച്ചാൽ മതിയായിരുന്നു, ഇപ്പോഴാണ് വിശന്നിട്ട് കുടൽ കത്തുകയും ചെയ്യുന്നുണ്ട്. വലിയ ആഗ്രഹിച്ച് വന്നതാ അപ്പം മുട്ടക്കറിയൊക്കെ കഴിക്കാനായിട്ട്, എന്നിട്ട് ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ജാനകി പറയുന്നുണ്ട്, എല്ലാം പാകത്തിനായിരുന്നു, ഞാനിടയ്ക്ക് എല്ലാത്തിനും ഉപ്പ് നോക്കിയതാണ്, പിന്നെ അങ്ങോട്ടേക്ക് വന്നത് ദേവയാനി മാത്രമല്ലേ ഉള്ളൂ, ചന്തുമ്മക്കുള്ള ഫുഡ് കൊടുക്കാനായിട്ട് ഏട്ടത്തി മാത്രമല്ലേ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളൂ, ഏട്ടത്തി തന്നെയായിരിക്കും മോളെ ഇതിൽ ഉപ്പ് വാരി ഇട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നമ്മളങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ, അതിൻ്റെ ദേഷ്യം തീർത്തായിരിക്കും എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഇത് ചോദിക്കാതെ വിട്ടാൽ പറ്റില്ല, ഞാൻ ഉറപ്പായിട്ടും ഇത് ചോദിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമയും കൂട്ടിക്കൊണ്ട് തന്നെ ജാനകി ദേവാനിയുടെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി ഏട്ടത്തി എന്തിനാ ഏട്ടത്തി ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിക്കും. ദേവാനി ചോദിക്കുന്നുണ്ട്, എന്താ ജാനകി ഞാൻ എന്ത് കാണിച്ചു എന്നാണ് നീ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ജാനകി പറയുന്നുണ്ട്, ഞാനുണ്ടാക്കിയ അപ്പത്തിലും കറിയിലും ഏട്ടത്തി എന്തിനാ ഉപ്പ് വാരിയിട്ടത്. ദേവയാനി ചോദിക്കുന്നുണ്ട്, ഞാനോ, വെറുതെ കാണാത്ത കാര്യമൊന്നും നീ പറയണ്ട ജാനകി എന്നിങ്ങനെ പറയുന്നുണ്ട്. നീയോ അനാമിയോ കണ്ടായിരുന്നോ ഞാൻ ഉപ്പ് വാരിയിടുന്നത് എന്നിങ്ങനെ ചോദിക്കാം. അപ്പം അനാമിക പറയുന്നുണ്ട്, പക്ഷേ ആ സമയത്ത് വല്യമ്മ മാത്രമല്ല അങ്ങോട്ടേക്ക് വന്നുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ വല്യമ്മയെ സംശയിച്ചെന്നുള്ള രീതിയിൽ അനാമിക പറയുന്നുണ്ട്. അപ്പോൾ ജാനകിയാണെങ്കിലും പറയുന്നുണ്ട്, എന്തിനാ ഏട്ടത്തി ഇങ്ങനെ നുണ പറയുന്നത്, ഏട്ടത്തിക്ക് ഞങ്ങൾ സന്തോഷത്തോടെ പോകുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ ഏട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ദേവയാനി പറയുന്നുണ്ട്, അത് പിന്നെ ജാനകി നീ ഇപ്പോൾ അടുക്കളയിൽ കയറി വല്ലതും ഉണ്ടാക്കിയിട്ട് കുറേ നാളായില്ലേ, അതുകൊണ്ട് നിനക്ക് അളവ് തെറ്റിപ്പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് ദേവയാനി ആണെങ്കിലും അവിടുന്ന് പോവുകയാണ് കേട്ടോ. അനാമികയാണെങ്കിലും നല്ല വിശപ്പുണ്ട്. അനാമിക പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നോളാന്ന് അമ്മയോട് പറഞ്ഞല്ലേ, നിർബന്ധിച്ച് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പം കണ്ടില്ലേ, അവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കൃത്യസമയത്ത് കിട്ടിയേനെ, ആരുടെയും മുഖം കറുപ്പിക്കലും കാണണ്ടായിരുന്നു. ഇനി ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്ത് മേടിച്ച് കഴിച്ചോളാം, അല്ലാതെ പട്ടിണി ഇടുന്ന് ചാകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും അനാമിക അവിടുന്ന് പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ജാനകിയാണെങ്കിലും നല്ല ദേഷ്യമൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. ജാനകി ആണെങ്കിലും പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ മരുമകളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ജാനകി. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.